നമസ്കാരം. അനീതിക്കെതിരെ എന്നും വ്യക്തമായ നിലപാടെടുക്കുന്ന സർക്കാരാണ് അസം സർക്കാർ. ജനങ്ങൾക്ക് വേണ്ടി എന്ത് തീരുമാനമെടുത്താലും അത് നടപ്പിലാക്കാൻ ഹിമന്ത ബിശ്വ ശർമ്മ മുന്നിൽ തന്നെ ഉണ്ടാകും. സംസ്ഥാനത്ത് പൗരത്വ ഭേദഗതി നടപ്പിലാക്കാനും അദ്ദേഹം മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അസം കടുത്ത നടപടിയെടുത്തിരിക്കുകയാണ്. മുസ്ലിം വിവാഹമോചന രജിസ്ട്രേഷൻ നിയമങ്ങളും 1935 ചട്ടങ്ങളും റദ്ദാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അസം സർക്കാർ. കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് സുപ്രധാന തീരുമാനമുണ്ടായിട്ടുള്ളത്. സംസ്ഥാനത്തെ ഓരോ സഹോദരിമാർക്കും നീതി ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്നും അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ അറിയിക്കുകയുണ്ടായി. വിവാഹത്തിന്റെയും വിവാഹമോചനത്തിന്റെയും രജിസ്ട്രേഷനിൽ തുല്യത കൊണ്ടുവരാനായി അസം മുസ്ലിം വിവാഹമോചന രജിസ്ട്രേഷൻ ആക്ട് 1935, അസം മുസ്ലിം വിവാഹമോചന രജിസ്ട്രേഷൻ ചട്ടങ്ങൾ എന്നിവ റദ്ദാക്കാനാണ് അസം റിപ്പീലിംഗ് ബിൽ സംസ്ഥാന സർക്കാർ മന്ത്രിസഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ബില്ലിന് സംസ്ഥാന ക്യാബിനറ്റ് അംഗീകാരം നൽകിയതായി അസം സർക്കാർ അറിയിച്ചു. ശൈശവ വിവാഹത്തിനെതിരെ കൂടുതൽ സംരക്ഷണം ഏർപ്പെടുത്തി മുസ്ലിം പെൺമക്കൾക്കും സഹോദരിമാർക്കും നീതി ഉറപ്പാക്കാനാണ് നടപടി സ്വീകരിക്കുന്നതെന്ന് അസം മുഖ്യമന്ത്രി എക്സ്പോസ്റ്റിൽ വ്യക്തമാക്കുകയുണ്ടായി. അസം നിയമസഭയുടെ അടുത്ത മൺസൂൺ സമ്മേളനത്തിന് മുമ്പായി പരിഗണിക്കുകയും നിയമമാക്കുകയും ചെയ്യുമെന്നും അസം സർക്കാർ വ്യക്തമാക്കിയുണ്ടായി. ഏത് നിയമമാണെങ്കിലും അത് ജനങ്ങൾക്ക് നല്ലതാണെങ്കിൽ വേണ്ട നടപടിയെടുക്കാൻ അസം സർക്കാർ മടിക്കാറില്ല. തങ്ങളെ വിജയിപ്പിച്ച ജനങ്ങൾക്ക് വേണ്ടി നല്ല സേവനം നടത്തുക എന്ന ഉദ്ദേശം മാത്രമേ അവർക്കുള്ളൂ. അങ്ങനെ ഒരു തീരുമാനമായിരുന്നു കഴിഞ്ഞ ദിവസം അസം സർക്കാർ അവധി പ്രഖ്യാപിച്ചത്. മാതാപിതാക്കൾക്കൊപ്പം സമയം ചെലവഴിക്കാൻ സർക്കാർ 2 ദിവസം അവധി പ്രഖ്യാപിച്ചിരുന്നു. മാതാപിതാക്കൾക്കൊപ്പമോ ഭാര്യയുടെ ഒപ്പമോ ഭർത്താവിന്റെയോ മാതാപിതാക്കൾക്കൊപ്പമോ സമയം ചെലവിടാനാണ് സ്പെഷ്യൽ കാഷ്വൽ ലീവ് അനുവദിച്ചിരിക്കുന്നത്. നവംബർ മാസത്തിലാണ് അവധി. എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് മുഖ്യമന്ത്രി ഇത് അറിയിച്ചിരിക്കുന്നത്. അസം സർക്കാർ 2024 നവംബർ 6, 8 തീയതികളിൽ സർക്കാർ ജീവനക്കാർക്ക് അവരുടെ മാതാപിതാക്കൾക്കൊപ്പമോ ഭർത്തൃ മാതാപിതാക്കൾക്കൊപ്പമോ സമയം ചെലവിടാൻ പ്രത്യേക കാഷ്വൽ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രായമായ മാതാപിതാക്കൾക്കൊപ്പം സമയം ചെലവിടാനും അവരെ ആദരിക്കുന്നതിനും പരിചരിക്കുന്നതിനും മാത്രം ഈ പ്രത്യേക അവധി ഉപയോഗിക്കേണ്ടതാണ്. മറിച്ച് വ്യക്തിപരമായ നേരം പോക്കിനായി ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് അവധിയിലെ ഉത്തരവ്. ഇങ്ങനെ വേറിട്ട നിലപാടുകളെടുത്ത് ജനങ്ങൾക്ക് മുമ്പിൽ സ്റ്റാർ ആവുകയാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. അസമിൽ മഴക്കെടുതി രൂക്ഷമായപ്പോഴും ജനങ്ങൾക്കൊപ്പം നിന്ന് അവർക്കൊപ്പം പ്രവർത്തിച്ച് അവരിൽ ഒരാളായി മാറിയിരുന്നു ഹിമന്ത ബിശ്വ ശർമ്മ. ഒരു മുഖ്യമന്ത്രിയായാൽ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകാതെ ജനങ്ങൾക്ക് വേണ്ടി എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ഹിമന്ത ബിശ്വ ശർമ്മയെ കണ്ടുപഠിക്കണം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.